MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം ആലോചനയിൽ പോലുമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതുവരെ പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ. വിവാദങ്ങൾക്കിടെ പൊതുപരിപാടികൾ ഒഴിവാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ അടൂരിലെ വീട്ടിൽ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവരങ്ങളുമായി ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഇത് മാധ്യമങ്ങൾക്ക് വാട്സപ്പിലൂടെ നൽകിയ സന്ദേശമാണ്, മെസ്സേജാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രാജിവെക്കാൻ ഒരുങ്ങിയിട്ടില്ല, തയ്യാറല്ല എന്ന് തന്നെയാണോ പറയുന്നത്? എന്താണ് അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് മുന്നിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, രാജിവെക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള. രാഹുലിന്റെ രാജി പാർട്ടിക്കുള്ളിൽ ആവശ്യം ശക്തമാകുമ്പോഴാണ് രാഹുൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ അടൂരിലെ നെല്ലിമുകളിലുള്ള രാഹുലിന്റെ വീടിന് മുമ്പിലാണുള്ളത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളായി രാഹുൽ മൗനത്തിലാണ്. അന്ന് വാർത്താ സമ്മേളനം നടത്തിയ ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം രാജിവെച്ച ശേഷം പിന്നീട് ഇതുവരെ മാധ്യമങ്ങളെ കാണുകയോ സാമൂഹിക മാധ്യമങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. കോൺഗ്രസിനുള്ളിൽ രാഹുലിന്റെ രാജി ആവശ്യം ശക്തമാണ്. അത് പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ അങ്ങനെ നൽകുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളും അത്തരം സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്ന തനിക്ക് രാജിവെക്കുന്നതിനെ പറ്റി ആലോചനയില്ലെന്ന, ചുരുക്കത്തിൽ രാജി ആവശ്യപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ രാജിവെക്കാൻ സൗകര്യമില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് രാഹുൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് രാഹുലിന്റെ ഭാഗത്ത് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് രാജിവെക്കേണ്ട ആവശ്യമില്ല, FIR ഇല്ല, കേസില്ല, അല്ലെങ്കിൽ നേരിട്ടുള്ള പരാതിയില്ല തുടങ്ങിയ ന്യായീകരണങ്ങളാകാം ഒരു പക്ഷേ രാഹുൽ മുമ്പോട്ട് വെക്കുക. എന്തായാലും ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു. ഷാഫി പറമ്പിൽ രാഹുലിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇതൊക്കെ തന്നെയായിരിക്കാം രാഹുലിന് നൽകുന്ന ആത്മവിശ്വാസം. കോൺഗ്രസിനുള്ളിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളുടെ വലിയ പിന്തുണ രാഹുലിനുള്ളപ്പോൾ രാജിയുടെ ആവശ്യമില്ലെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുന്നത്. എന്തായാലും ഷാഫി പറമ്പിലിന്റെ വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ മാധ്യമങ്ങളെ കാണാനും സാധ്യതയുണ്ട്. അത്തരം അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കാൻ രാഹുൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും റീൽസിലും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലെല്ലാം സജീവമായ നേതാവ് രാജി പ്രഖ്യാപന ശേഷം മൗനത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ മൗനം വെടിയേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അതിഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. പല ആരോപണങ്ങളും വലിയ ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ പീഡന പരാതി ഉൾപ്പെടെയാണ് പുറത്തു. ഇതിലൊന്നും രാഹുൽ കോൺഗ്രസിന്റെ യുവ MLA പ്രതികരണം നടത്തിയിട്ടില്ല. സ്വാഭാവികമായി ജനപ്രതിനിധിയാണ്, അതിൽ പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു പക്ഷേ ഈ രാജിക്കായി സമ്മർദ്ദമേറുമ്പോൾ രാജിവെക്കില്ല എന്ന പ്രഖ്യാപനമായിരിക്കാം രാഹുൽ മാധ്യമങ്ങളെ കണ്ട് നടത്താൻ സാധ്യത. സുജു, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉറപ്പിക്കുന്നത് രാജിയില്ല എന്ന് തന്നെയാണ്. അതിലൊരു ധാർഷ്ട്യമുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ അടക്കം പലവിധ മറുപടികളാണ് നൽകുന്നത്. ആദ്യം തന്നെ രാജിവെച്ചില്ലേ, പിന്നെ എന്താണ് കാര്യം, ഇനി എന്താണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. കൃത്യമായ തെളിവുകളാണ്. ഇതൊരു ആരോപണമല്ല, ഏതെങ്കിലും ഒരു വനിത വന്ന് വെറുതെ ആരോപണം ഉന്നയിച്ച് പോയതല്ല. കൃത്യമായ തെളിവുകളുണ്ട്, വാട്സാപ്പ് ചാറ്റുകളുണ്ട്, ഓഡിയോ സംഭാഷണം അടക്കമുണ്ട്, ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ട്. അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ ഒരു ജനപ്രതിനിധി ആ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളല്ല, കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നതാണ്. അതിന് മറുപടി രാജിയില്ല എന്ന ധാർഷ്ട്യമാണോ? സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ ഷാഫി പറമ്പിൽ, ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ പറഞ്ഞത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ പോകുന്നില്ല, ഒരു പരാതിയും പാർട്ടിക്കാരും നൽകിയിട്ടില്ലെന്നാണ്. പാർട്ടിയല്ല രാജ്യത്തിൻ്റെ ക്രമസമാധാന പാലനം നോക്കുന്നത്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. ഒരു പക്ഷേ അവർ പറയുന്നത് നിയമ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ലേ? വളരെ കൃത്യമായി തന്നെ ചില ചോദ്യങ്ങൾ നേരത്തെ ചില നേതാക്കൾ ചോദിക്കുകയും ചെയ്തു. വടകരക്കാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, ഷാഫി പറമ്പിൽ സംരക്ഷിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ കൂടി രാജിവെക്കണമെന്ന ആവശ്യം കൂടി അവർ ഉയർത്തുകയാണ്. ഏതായാലും വലിയ ധാർഷ്ട്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വാട്സപ്പ് മെസ്സേജിലൂടെ മാധ്യമപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നു, രാജിവെക്കാൻ പോകുന്നില്ല. സിജുവിന്റെ ഈ വിവരം എനിക്ക് എവിടുന്ന വാട്സപ്പ് മെസ്സേജ് കൂടെ അറിയിച്ചു എന്നുള്ള വിവരം എവിടുന്ന ലഭിച്ചെന്ന് എനിക്കറിയില്ല. അത്തരം ഒരു വിവരം നമ്മളെ സംബന്ധിച്ചോളം മുമ്പിലില്ല. പക്ഷെ രാഹുലിന്റെ അടുത്ത വൃത്തങ്ങളും രാഹുലും സൂചിപ്പിക്കുന്നത് രാജിവെക്കില്ല എന്ന് തന്നെയാണ്. രാജിവെക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഈ സന്ദേശമാണ് രാഹുൽ മുമ്പോട്ട് വെക്കുന്നത്. കൃത്യമായി തന്നെ രാഹുൽ നിലപാട് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. രാഹുലിനെ സംബന്ധിച്ചോളം MLA സ്ഥാനം കൈവിടാൻ തയ്യാറല്ല. രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പാർട്ടിയിലുള്ള സമ്മർദ്ദത്തിന്റെ പുറത്ത് രാഹുൽ രാജിവെച്ചു. ആ രാജി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. പ്രഖ്യാപനം നടത്തുമ്പോൾ പോലും രാഹുൽ കൃത്യമായി തന്നെ ഒരു കാര്യവും പങ്കുവെക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. അതിനുശേഷം വന്ന ഓരോ ആരോപണങ്ങൾക്കും രാഹുൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞ തനിക്കെതിരെ ഒരു ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്ന ഒരു ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല, താൻ അത്തരം ഒരു കാര്യം ചെയ്തിട്ടില്ല. രാഹുൽ പരോക്ഷമായി പറയുന്നത് നടന്നതൊക്കെ പലതും മ്യൂച്വൽ കൺസെന്റ് അല്ലെങ്കിൽ സൗഹൃദപരമായ സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോയാൽ മറ്റു തരത്തിൽ എന്ത് സംഭവിച്ചാലും അതിലൊന്നും തന്നെ ഒരു ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്ന് രാഹുൽ ആയിരുന്നു
അവകാശവാദമാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം നടന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം രാഹുൽ ഉത്തരം പറഞ്ഞത് നിർബന്ധിത ഗർഭചിത്രം എന്ന ക്രിമിനൽ കുറ്റം ചെയ്ത എന്ന പറഞ്ഞ ഓഡിയോ സംഭാഷണം തന്റേതാണോ ചോദിക്കുമ്പോൾ മറുപടിയില്ല. അതിനുശേഷം നടന്ന പിന്നീടുണ്ടായ വെളിപ്പെടുത്തലുകൾ, പിന്നീടുള്ള പല വാർത്തകളും കൃത്യമായി തന്നെ രാഹുൽ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന തരത്തിലുള്ളതാണ്. എന്നാൽ ഈ വിഷയങ്ങളോടൊന്നും ഇതുവരെ പ്രതികരിക്കാത്ത രാഹുൽ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും രാജി ആവശ്യം ശക്തമാകുമ്പോൾ ഒരു പക്ഷേ തനിക്ക് രാജിവെക്കാൻ താല്പര്യമില്ല എന്ന പ്രഖ്യാപനം നടത്താനായിരിക്കും രാഹുൽ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ ഇപ്പോഴത്തെ നിലപാട് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അത്തരം ഒരു ആവശ്യത്തിലാണ് രാഹുൽ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിക്കുള്ളിൽ നിന്നും വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ രാജി ആവശ്യം ഉന്നയുമ്പോൾ രാജി ഇല്ല എന്ന് പറയാനായിരിക്കും രാഹുൽ താല്പര്യപ്പെടുന്ന. യഥാർത്ഥത്തിൽ കേരളം അറിയാൻ ആഗ്രഹിക്കുന്നത് രാഹുലിന്റെ രാജി ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്നാണ്. അപ്പുറത്തേക്ക് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ, ലൈംഗിക പീഡന ആരോപണം ഉയർന്നുമ്പോൾ ഒരു യുവ MLA ഭാഗത്തുനിന്ന് അതിൽ തനിക്ക് പങ്കുണ്ടോ പങ്കില്ലയോ, അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ വസ്തുതയാണോ വസ്തുതയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം രാഹുൽ മാക്കൂട്ടത്തിലുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുമ്പിലോ നവമാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മറ്റാർക്കെങ്കിലും എതിരെ ഇത്തരത്തിൽ ഏതെങ്കിലും ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അത് പുറത്തു വന്നാൽ രാഹുൽ മാക്കൂട്ടത്തിൽ ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.